ഇപ്പം എല്ലാവർക്കും ഒരു സംശയമുള്ളതാണ്. ഋതുമതിയായി കഴിഞ്ഞാൽ അതായത് പീരീഡ്സ് ആയാൽ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല. എന്തുകൊണ്ട്? ഭയങ്കര ചോദ്യമാണത്. തന്ത്രിയുടെ ആ ആത്മാവിനെയാണ് ആത്മാവെന്നുള്ള ഒരു സത്വമാണ് അതിലേക്ക് പ്രതിഷ്ഠിക്കുന്നത്. ആ പ്രതിഷ്ഠയ്ക്ക് വരുന്നൊരു ചലനം വരാം. അതായത് അതിലൊരു പോസിറ്റിവിറ്റി കുറയാം. നാമജപങ്ങളും പ്രാർത്ഥനകളും അഭിഷേകങ്ങളും പൂജകളും ചെയ്ത് വച്ചിരിക്കുന്ന ആ വിഗ്രഹത്തിന് ഒരു നെഗറ്റീവ് എനർജി വരാൻ പാടില്ല. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പോകരുത് എന്ന് പറയുന്നത്. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ദൈവികമായ ചൈതന്യമാണ്, ദൈവികമായ ഒരു അനുഗ്രഹമാണ്. സ്ത്രീ ഭാഗ്യവതിയാണ് അതുകൊണ്ട്. ഈ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജാതകത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഋതുമതി അയക്കുമ്പോൾ ആ പ്രശ്നത്തിന് മാറ്റം വരും. നമസ്കാരം. ഇപ്പം എല്ലാവർക്കും ഒരു സംശയമുള്ളതാണ്. ഋതുമതിയായി കഴിഞ്ഞാൽ അതായത് പീരീഡ്സ് ആയാൽ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല. എന്തുകൊണ്ട്? ഭയങ്കര ചോദ്യമാണത്. അപ്പോൾ മറ്റുള്ള സമുദായക്കാർ മുസ്ലിംസ് പോകല്ലേ, ക്രിസ്ത്യൻസ് പോകുന്ന പറയുന്നത് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അങ്ങനെ എന്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോയിക്കൂടാ, നാമം ജപിച്ചുകൂടാ എന്ന് പറഞ്ഞ കാരണം എന്താ? നാമം ജപിച്ചുകൂടാ എന്ന് പറയുമ്പോൾ ആളുകൾ ക്ഷീണമായിരിക്കും, ടയേർഡായിരിക്കും ഒന്ന്. രണ്ടാമത് നമ്മൾ ദൈവികമായ നാമങ്ങൾ, അതുപോലെ അഘോരമന്ത്രം, നമശിവായ, ഇതൊക്കെ ജപിക്കാൻ പാടില്ല. കാരണം ആദ്യം ജപിക്കുന്നിടത്ത് ഭഗവാൻ വരുന്ന പറയണത്. അപ്പോൾ ആ ഇതിൽ നെഗറ്റീവ് എനർജി കൂടുതലുള്ള സമയമാണ് പീരീഡ്സ് സമയം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആ ദൈവികമായ ചൈതന്യത്തിന് മാറ്റം വരുന്നു. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പല ഒരുപാട് ഘട്ടങ്ങളായിട്ട് പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്നത്. തന്ത്രിയുടെ ആ ആത്മാവിനെയാണ് ആത്മാവെന്നുള്ള ഒരു സത്വമാണ് അതിലേക്ക് പ്രതിഷ്ഠിക്കുന്നത്. ആ പ്രതിഷ്ഠയ്ക്ക് വരുന്നൊരു ചലനം വരാം. അതായത് അതിലൊരു പോസിറ്റിവിറ്റി കുറയാം. നാമജപങ്ങളും പ്രാർത്ഥനകളും അഭിഷേകങ്ങളും പൂജകളും ചെയ്ത് വച്ചിരിക്കുന്ന ആ വിഗ്രഹത്തിന് ഒരു നെഗറ്റീവ് എനർജി വരാൻ പാടില്ല. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പോകരുത് എന്ന് പറയുന്നത്. അതുപോലെ വിളക്ക് കത്തിക്കില്ല, പൂജാമുറി കയറാൻ പാടില്ല, ഇതൊക്കെ പറയുന്നത് കാരണമാണ്. പിന്നെ അടുക്കളയിൽ കയറില്ല എന്ന് പഴയ കാലത്ത് പറയുന്നത്. പഴയ കാലത്ത് അടുക്കള എന്ന് പറഞ്ഞാൽ അരി വയ്ക്കുക എന്ന് പറഞ്ഞാൽ, അതുപോലെ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അരയ്ക്കണം, മുളക് മഞ്ഞളൊക്കെ അരയ്ക്കണം. പൊടികളൊന്നും ലഭ്യമായിരുന്നില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ അത് കാരണം ഒരു അരി വയ്ക്കണമെങ്കിൽ നെല്ല് കുത്തി അരിയാക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ശരീരത്തിന് ഒരു വ്യായാമം, ഒരുപാട് സ്ട്രെസ്സ് വരുന്നുണ്ട്. അപ്പോൾ ശരീരം അനങ്ങരുതെന്നാണ് പറയുന്നത് ഈ സമയത്ത്. ആ സമയത്ത് ശരീരം അനങ്ങാതിരിക്കാനാണ് നമ്മൾ സ്ത്രീകൾക്ക് 3 ദിവസം റെസ്റ്റ്, 4-ാം ദിവസം കുളിച്ച് ശുദ്ധമായിട്ട് വരുമ്പോൾ പ്രത്യേക ഓജസ് ഉണ്ടായിരിക്കും. കാരണം എന്താ, ഒന്നും എടുക്കാതെ വെറുതെ ഇരിക്കുകയല്ലേ, നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തും. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. കാരണം ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ദേഹം അനങ്ങി കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് റെസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ തൊട്ടുകൂടാതെ കുറച്ചും കൂടി ആക്ഷനായിട്ട് വെച്ചേക്കുന്നത് ഒരു മുറിയൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഒരു ആചാരങ്ങളാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ആചാരങ്ങളാണ്. അതൊക്കെ ആചാരങ്ങൾ അനാചാരങ്ങളൊക്കെ ആയി വരാം. പക്ഷെ ഒരു പെൺകുട്ടി ഋതുമതിയാവുക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പെണ്ണാണ്, സ്ത്രീയാണ് എന്നറിയുന്നതാണ്. ഒരു സ്ത്രീയുടെ ജീവിതം ഏറ്റവും വലിയ സന്തോഷമാണ് ഋതുമതിയാവുക. അത് കഴിഞ്ഞ് രണ്ടാമതാണ് അമ്മയാവുക. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ദൈവികമായ ചൈതന്യമാണ്, ദൈവികമായ ഒരു അനുഗ്രഹമാണ്. സ്ത്രീ ഭാഗ്യവതിയാണ് അതുകൊണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജാതകത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഋതുമതി അയക്കുമ്പോൾ ആ പ്രശ്നത്തിന് മാറ്റം വരും. നല്ല സമയത്താണ് ഋതുമതിയാവുക. ഇത് ആദ്യം കാണുന്നത് ആര്, അങ്ങനെയൊക്കെ ഒരുപാട് ചിട്ടകളുണ്ട്. ആ ദിവസം, സമയം, അതായത് കുട്ടി എങ്ങനെ ജനിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ എഴുതുമോ അതുപോലെ തന്നെ ഋതുമതി ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നോക്കണം. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞ ശേഷം ആ കുട്ടിയുടെ ഭാവി എന്താണെന്ന് നമുക്ക് ആ ദിവസം നോക്കി നമുക്ക് പറയാൻ പറ്റും. അത്രത്തോളം പവിത്രമാണ് ഋതുമതിയാവുന്നത്. ഋതുമതി ആയിക്കഴിഞ്ഞാൽ ആദ്യ ആചാരം ഇപ്പോഴും മുന്നിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. 4-ാം ദിവസം 3 ദിവസം ഇങ്ങനെ ഒരു മുറിയിലിരുത്തും, നല്ല ഭക്ഷണം കൊടുക്കും, നല്ല രീതിയിലൊക്കെ പുറത്തൊന്നും പോകില്ല. പുറത്ത് പോകാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഋതുമതിയായ സ്ത്രീകളിലും എണ്ണ തേച്ച സ്ത്രീകളിലും അതുപോലെ ഗർഭിണിയായ സ്ത്രീകളിലും മുലയൂട്ടുന്ന അമ്മമാരിലും പെട്ടെന്ന് നെഗറ്റീവ് എനർജി കയറും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾക്ക് പഴയ കാലത്ത് ഒരു താക്കോലൊക്കെ കൈ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോൾ താക്കോലില്ല. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കുതിരലാടത്തിൻ്റെ മോതിരം മേടിച്ചിടും, കാലിമയോ കൈമയൊക്കെ ഇടും. എന്താ, ഈ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് പെട്ടെന്ന് കയറും. അപ്പോൾ ഒരു ബാധ എന്ന് പറയും. നമ്മളിലല്ലാത്ത സെപ്പറേറ്റർ എനർജി, അതിൽ ഒരു അതർ എനർജി വരുമ്പോൾ അതിന് ബാധ എന്ന് പറയും. അപ്പം നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു, ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ 4 ദിവസം 3 ദിവസം അകത്തുനിന്ന് പുറത്തിറക്കാതിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താ ഏതാണെന്ന് കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവരെ ഇരുത്തുന്നു. 4-ാമത്തെ ദിവസം മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിക്കും. എന്തിനു? മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അണുനാശിനിയാണ്. ആ മഞ്ഞൾ പാലും മഞ്ഞളും കൂടി ചേർത്ത് കുളിപ്പിക്കുമ്പോൾ ആ ശരീരത്തിന് പ്രത്യേക ഓജസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കുളിപ്പിച്ച് അതിനൊക്കെ പണ്ടൊക്കെ ഭയങ്കര ചടങ്ങുകളൊക്കെ ആയിരുന്നു. വാക്കുരയിടുക, ആറാപ്പിടുക, ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ച് കൊണ്ടുവന്ന് ഒരു രാജകുമാരിയെ കൊണ്ടുവന്ന് പട്ടുസാരി ഉടുപ്പിച്ച് സ്വർണ്ണങ്ങളൊക്കെ ഇടിയിച്ച്, എല്ലാവരും സ്വർണ്ണങ്ങളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ മുതലാവില്ല കേട്ടോ.
അപ്പോൾ സ്വർണ്ണങ്ങളൊക്കെ ഇടിയിച്ച് ആഭരണങ്ങളൊക്കെ ഇടിയിച്ച് പട്ടുസാരിയൊക്കെ ഉടുപ്പിച്ച് ഒരു കല്യാണപ്പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവന്ന് വാതിലടച്ചിട്ടുണ്ടെങ്കിൽ അകത്താര് പുറത്താരും വാതിൽ മുട്ടി ചോദിക്കും. പുറത്താരാ ജ്യേഷ്ഠമൻ, അകത്താരാണ് ശ്രീദേവി മക്കളും. അതൊക്കെ ഒരു ആചാരങ്ങൾ, ഒരു നാട്ടിലെ ആചാരങ്ങളാണ്. അത് കഴിഞ്ഞ് ആ കുട്ടിയെ ഒരു പട്ടും കരിമ്പടും ഇട്ട് കല്യാണപ്പെണ്ണി ഇരുത്തുമ്പോൾ ഇരുത്തി അതിന് പ്രത്യേകമായിട്ട് അണിഞ്ഞൊരുക്കി കണ്ണെഴുതി പൊട്ട് തൊട്ടിച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് അതിസുന്ദരിയാക്കി വയ്ക്കുന്നു. അതിനെയാണ് ഋതുമതിക്ക് ഒരു ചടങ്ങാണ്. അതിപ്പോൾ പുതുതായിട്ട് ആവർത്തിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരിടയ്ക്ക് ഉണ്ടായിരുന്നില്ല അതും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്ന കാര്യം, സമ്മാനങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ഈ കല്യാണത്തിന് കിട്ടുമ്പോൾ. അതേപോലെ വളരെ സന്തോഷമുള്ള സമയമാണ് ഈ ഋതുമതി ആവുക. ഈ ഋതുമതി ആയിക്കഴിഞ്ഞാൽ അവർ തുളസിക്ക് വെള്ളമൊഴിക്കാനോ തുളസിയെ പ്രാർത്ഥിക്കാനോ പൂജാമുറി കയറാനോ നിലവിളക്ക് കൊളുത്താനോ പാടില്ല. ശരീരശുദ്ധിയായ ശേഷമേ പാടുള്ളൂ. അപ്പോൾ അത് പലരും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് വയ്ക്കും. അമ്പലത്തിൽ പോകാൻ പറ്റാത്തത്, പൂജാമുറിന് മുമ്പിൽ വരാൻ പറ്റാത്തത്, നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് ആ സമയത്ത് ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഈ സ്ത്രീകൾ ഋതുമതി ആയിരിക്കുമ്പോഴാണ് കൊലപാതകം വരെ നടത്തുന്നത്, കേട്ടിട്ടുണ്ടല്ലോ. കാരണം ആ സമയത്ത് അവർക്ക് കോപാഗ്നി കൂടും. കാരണം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യാൻ മടിക്കില്ല. ഈ സമയങ്ങളിൽ വിവാഹിതരായ സ്ത്രീകൾ വളരെയധികം ബ്രഹ്മചര്യം പാലിക്കണം, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ആയുസ്സിന് ബുദ്ധിമുട്ടാണെന്നാണ് പഴയ പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ ഈ സ്ത്രീകൾക്ക് പിന്നീട് യൂട്രസ് സംബന്ധമായ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനാണ് ഈ റെസ്റ്റ് കൊടുക്കുന്നത്. പഴയ കാലത്ത് ആളുകൾക്ക് യൂട്രസിന് പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ എല്ലാവർക്കും ഒരു 30-35 വയസ്സാകുമ്പോൾ യൂട്രസ് കംപ്ലൈൻറ്റാണ്. കാരണം എന്താ, അവർ ചിട്ട പാലിക്കുന്നില്ല, പിന്നെ ആഹാര ക്രമീകരണം നടത്തുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പഴയ കാലത്തുള്ള ആചരിച്ചിരുന്ന കാര്യങ്ങൾ, അവർ ചിട്ടയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് ആവർത്തിച്ചു വരുന്നുണ്ട് പലയിടത്തും. പക്ഷേ ജോലിക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ജോലിക്ക് പോകുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ അധികം വലിയ ഭാരപ്പെട്ട പണിയൊന്നുമല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഭാരപ്പെട്ട പണിയൊന്നും ഇല്ലല്ലോ നമുക്കധികം. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഈ പീരീഡ് സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകരുതെന്ന് പറയുന്നതിൻ്റെ കാരണം. സ്ത്രീകളുടെ ഒരു ഭാഗ്യമാണ് ഋതുമതിയാവുക എന്നുള്ളത്. അത് മാസം തോറും വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും, അത് വേറെ കാര്യം. ഇത്രയും കാര്യങ്ങളാണ് ഋതുമതികളായിരിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.